താൻ എന്ത് പണിയാണോ കാണിച്ചത്? വെറുതെ മേഘനയെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവില ഞങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. അതിനിടയിൽ തന്നെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്പം ക്രൂരതയാണ്. അല്ല, താൻ എന്നെ സ്നേഹിച്ചു, ആഗ്രഹിച്ചു എന്നൊക്കെ മേഘനയോട് പറഞ്ഞെന്ന് കേട്ടല്ലോ. എന്തിന്റെ പേരിൽ അങ്ങനെയൊക്കെ? സത്യത്തിന്റെ പേരില്. ഞാൻ സാറിനെ സ്നേഹിച്ചത് സാർ അറിഞ്ഞിട്ടില്ല. അതിന്റെ കാരണക്കാരി മേഘനയാ. വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ തേടുന്നെന്ന് സാർ എന്നോട് മേഘനയോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് എന്റെ ക്യാബിനിൽ വന്ന മേഘന എന്നോട് പറഞ്ഞത് സാറ് എന്നെയാ ഉദ്ദേശിക്കുന്നതെന്നാ. ആദ്യം ഞാനത് കാര്യമാക്കിയില്ല. ഒടുവിൽ അവൾ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അപ്പോ അറിയാതെ ഞാനും ആഗ്രഹിച്ചു പോയി. ദാരിദ്ര്യം നിറഞ്ഞൊരു വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. പക്ഷേ സ്വപ്നങ്ങൾക്ക് ആ ദാരിദ്ര്യം ഉണ്ടാവില്ലല്ലോ. എന്നിട്ടെന്താ സംഭവിച്ചത്? മേഘന ആ അവസരം മുതലെടുത്തു. എടോ, അത് തന്റെ തെറ്റിദ്ധാരണയാണ്. മേഘനയോടുള്ള ഇഷ്ടം ആദ്യം പറഞ്ഞത് ഞാനാ. സാറിപ്പോ ഏതു വിധത്തിലും അവള് ന്യായീകരിക്കുമല്ലോ. ഐശ്വര്യ, ലീവ് ഇറ്റ്. ഇനിയിപ്പോ എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. തന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ തനിക്ക് വേണ്ടി ചെയ്യാം. തന്റെ വിവാഹം ഉടനെ നടത്തണം. തനിക്ക് യോജിക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്താം. നമുക്ക് ആഘോഷമായിട്ട് തന്നെ അത് നടത്താം. ഒരു സഹോദരന്റെ സ്ഥാനത്തുനിന്ന് ഞാനത് നടത്തും. അവഗണിക്കുന്ന പെൺകുട്ടികളോട് എല്ലാവരും പറയുന്ന വാക്കുകളായത്. സാറ് എനിക്ക് വേണ്ടി ആരെയും അന്വേഷിച്ച് കഷ്ടപ്പെടണ്ട. സാറിനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാ പിന്നെ എന്റെ ജീവിതത്തിൽ ഒരു വിവാഹവും ഇല്ല. പക്ഷേ ഞാൻ മരണം വരെ കാത്തിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ സാർ എന്നിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ. ഭ്രാന്താണോ തനിക്ക്? അതെ, സ്നേഹം ഒരുതരം ഭ്രാന്താണല്ലോ. എനിക്ക് ഭ്രാന്തുണ്ട് സർ. ഐശ്വര്യ, പ്ലീസ്. സാർ ഒരുപാട് ടെൻഷൻ ആവണ്ട. എന്റെ ഉള്ളെന്നെന്താ സാറിനെന്താ? എന്നേക്കാൾ യോഗ്യത ഉള്ളവള്, എന്നേക്കാൾ സുന്ദരി. മേഘനയ്ക്ക് ആ ക്വാളിറ്റിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം സർ. ഞാൻ സാറിനെ സ്നേഹിക്കുന്ന അത്ര തീവ്രമായി മേഘന എന്നല്ല ഒരു പെണ്ണിന് സാറിനെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാനീ പറയുന്നതൊക്കെ ഒരു ബാധ്യതയായിട്ട് സാറിന് തോന്നുന്നുണ്ടെങ്കിൽ സാർ എനിക്ക് ചെയ്യേണ്ട ഉപകാരം എന്താണെന്നറിയോ? എന്നെ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ സാറിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും.